സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടൊരു ഹോം നേഴ്സിനെ 2-3 ദിവസം വെച്ചായിരുന്നു. അവരുടെ ആ പെരുമാറ്റം പോലും എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ നോക്കുവാണെങ്കിൽ അത്രയും ബെറ്ററായിട്ട് വേറെ ആരും നോക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നോക്കാം. അതുകൊണ്ട് വിചാരിച്ചത്. വൈഫിന് ഇത്രയ്ക്ക് ഇഷ്ടമാണ്? വൈഫിനെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മുപ്പത്തിരണ്ട് വർഷത്തെ പോലീസ് സേവനം. സർവീസ് 1 വർഷം കൂടെ ബാക്കി നിൽക്കെ സബ് ഇൻസ്പെക്ടർ കെ അശോകൻ സ്വയം വിരമിച്ചു. ജീവിത പങ്കാളിക്ക് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ചികിത്സയിലാണ്. കൊടുത്ത കാര്യം ബാലുവിന് നേരത്തെ പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. VRS കൊടുക്കാമെന്ന് പറഞ്ഞില്ല. അത് സാങ്ഷനായി ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ VRS കൊടുത്തായിരുന്നു, അത് സാങ്ഷനായെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കരച്ചിൽ വന്നു. മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു. ഭാര്യയ്ക്കായി ജോലി ഉപേക്ഷിക്കാൻ അശോകൻ തീരുമാനമെടുത്തു. സാധാരണഗതി സ്റ്റേഷനിലാണല്ലോ ഇത് നടത്തുന്നത്. ഇങ്ങനൊരു യാത്രയപ്പിനെ പറ്റി നമുക്കൊരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. യാത്രയപ്പിനായിട്ടല്ല, വിസിറ്റ് ചെയ്യുമല്ലോ, രോഗികളെ കാണാൻ വരുന്നതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഇവിടെ വന്നപ്പോഴും എനിക്കറിയത്തില്ല യാത്രയപ്പിൻ്റെ ഇതൊരു ഫംഗ്ഷനായിട്ട് നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സ്റ്റേഷനിലെ ആൾക്കാരുടെ ഒരു സ്നേഹം. 32 വർഷം നീണ്ട പോലീസ് സേവനത്തിന് അങ്ങനെ വിരാമം. ഭാര്യയുടെ അടുത്തു നിന്നും മാറി നിൽക്കാൻ കഴിയാത്തതിനാൽ യാത്രയയപ്പ് ചടങ്ങിന് പോലും അശോകന് സ്റ്റേഷനിലെത്താൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട അശോകൻ സാറിന് സ്നേഹാദരവുമായി സഹപ്രവർത്തകർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി. ആശുപത്രി അധികൃതരും ഒപ്പം നിന്നു. എന്നോടുള്ള ആ കെയർ അതിൻ്റെയാണത്. വളരെ സന്തോഷമായി. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി. അദ്ദേഹത്തിൻ്റെ ആ കണ്ണുനീരിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. സ്വന്തം ഭാര്യയോടുള്ള സ്നേഹം, ഭാര്യയ്ക്ക് സംഭവിച്ചു പോയ ഒരു രോഗാവസ്ഥയിലുള്ള സങ്കടം. അപ്പോൾ ആ കണ്ണീരിൽ അദ്ദേഹം 32 വർഷം പോലീസ് വേഷമണിഞ്ഞ് ജോലി ചെയ്തപ്പോൾ ഏതൊരു ജോലിയും അത്രയും വർഷമൊക്കെ ചെയ്താൽ നമുക്ക് അതിനോട് വല്ലാത്തൊരു ആത്മബന്ധമായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലുണ്ടാകുന്നൊരു വിഷമമൊക്കെ ഉണ്ട്. ഒപ്പം സഹപ്രവർത്തകർ ഇങ്ങനെ ഒരു സ്നേഹാദരവ് നൽകുന്നതിലുള്ള സന്തോഷവും ഒക്കെ ആ കണ്ണീര് ഒരുപാട് കഥ പറയുന്നുണ്ട്. അപ്പോൾ നിതിൻ അതിനോട് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയും. ഇതിനെ അദ്ദേഹം പറയുന്നത് ഭാര്യ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. 1 വർഷം കൂടി ജോലി ഉണ്ടായിരുന്നു, പക്ഷേ എന്നേക്കാൾ നന്നായി ആരും അവരെ നോക്കില്ല എന്നൊരു തിരിച്ചറിവിലാണ് അദ്ദേഹം ആ തീരുമാനമെടുക്കുന്നത്. എന്താണ് അശോകൻ സാർ പറയുന്നത്? 3 മാസങ്ങൾക്ക് മുമ്പാണ് വണ്ടൻമേട് SI ആയിരുന്ന കെ അശോകന്റെ ജീവിത പങ്കാളിയായ ജയന്തിക്ക് സ്ട്രോക്ക് വരുന്നത്. ആദ്യം വലതുഭാഗം തളരുന്നു. അതിനുശേഷം അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനിടെ തന്നെ ഇടതുഭാഗം കൂടെ തളരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. പൂർണ്ണമായിട്ടും കൂടെ നിന്ന് പരിചരിക്കാൻ ഒരാൾ വേണം. ആദ്യം ഒരു ഹോം നേഴ്സിനെ വെക്കുന്നു. പക്ഷേ ഹോം നേഴ്സ് തൻ്റെ ജീവിത പങ്കാളിയെ പരിചരിക്കുന്നതിൽ സംതൃപ്തി തോന്നാത്ത അശോകൻ ഉടനടി തന്നെ ഈ ഒരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു. മറിച്ചൊന്നും അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടി വന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം നേരെ VRS എടുക്കാൻ തീരുമാനിക്കുന്നു. ആരോടും അദ്ദേഹം അത് പങ്കുവെക്കുന്നില്ല. കാരണം 32 വർഷത്തെ കേരള പോലീസിന് വേണ്ടിയിട്ടുള്ള 32 വർഷത്തെ സ്തുത്യർഹമായ സേവനമായിരുന്നു. 1 വർഷം മാത്രമാണ് അദ്ദേഹത്തിന് വിരമിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോടും അത് പങ്കുവച്ചില്ല. അദ്ദേഹം ജൂലൈയിൽ VRSന് സ്വയം വിരമിക്കലിന് വേണ്ടിയിട്ട് നൽകി. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം അദ്ദേഹം വിരമിക്കുകയുണ്ടായി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് ഒരു സ്നേഹാദരവ്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര വർഷം പോലീസിൽ കൂടെ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നൽകേണ്ട ഒരു കൃത്യമായ ഒരു യാത്രയയപ്പ് നൽകാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഈ സഹപ്രവർത്തകർക്കുണ്ടായിരുന്നു. അവർ മറ്റൊന്നും ചിന്തിച്ചില്ല. നേരെ ഈ എറണാകുളം ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. ആശുപത്രി അധികൃതരും അവർക്കൊപ്പം നിന്നു. അദ്ദേഹത്തിന് വേണ്ട ഒരു സ്നേഹാദരവും യാത്രയയപ്പും ആ ആശുപത്രിയിൽ വെച്ച് നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുകയാണ്. ആ ഒരു വിരമിക്കൽ പൂർണ്ണതയിലെത്തുകയാണ്. 1 വർഷം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജീവിത പങ്കാളിയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും തന്നെയാണ്. ആ സ്നേഹം തന്നെയാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്
തീരുമാനം അത് അപ്രൂവലായി എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയുടെ കണ്ണൊന്ന് നിറഞ്ഞു എന്നതാണ്. അവരും എത്രയേറെ ഒരുപക്ഷെ സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ജോലി തനിക്ക് വേണ്ടി അദ്ദേഹം ഉപേക്ഷിക്കുന്നല്ലോ എന്നോർത്ത്. പക്ഷേ ആ സ്നേഹമാണ്, അതങ്ങനെ മുന്നോട്ട് പോകട്ടെ. അദ്ദേഹത്തിന് അനുമോദനങ്ങളുമായി എത്തിയ സഹപ്രവർത്തകർ കൂടി നല്ല മനസ്സിനുടമകളാണ്. അവരെയും ആശംസകൾ അറിയിക്കുകയാണ്. ശരി.